ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ട്യൂട്ടോറിയലിലൂടെ പരിചയപ്പെടുന്നത് ഗൂഗിൾ മീറ്റ് എന്ന ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓൺലൈൻ ക്ലാസ്സുകളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് നമുക്ക് ഗൂഗിൾ മീറ്റ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഗൂഗിൾ മീറ്റിലൂടെ ഇന്ന് നാം രണ്ട് കാര്യങ്ങളാണ് പരിചയപ്പെടുന്നത്. മറ്റൊരാൾ ഹോസ്റ്റ് ചെയ്യുന്ന മീറ്റിംഗ് അല്ലെങ്കിൽ മറ്റൊരാൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു മീറ്റിങ്ങിലേക്ക് എങ്ങനെ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി ജോയിൻ ചെയ്യാം എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യാം എന്നതാണ് രണ്ടാമതായി പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാം ആദ്യം പരിചയപ്പെടുന്നത് മറ്റൊരാൾ ഹോസ്റ്റ് ചെയ്യുന്ന മീറ്റിങ്ങിലേക്ക് നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതാണ്. അതിനെ ആദ്യം നാം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു, google.com കൊടുക്കുന്നു. ഇവിടെ നാം സെർച്ച് ഏരിയയിൽ ഗൂഗിൾ മീറ്റ് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന സെർച്ച് റിസൾട്ടിൽ meet.google എന്നൊരു ഫസ്റ്റ് ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. സെർച്ച് റിസൾട്ടിൻ്റെ ആദ്യ സെർച്ച് റിസൾട്ടാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഗൂഗിൾ മീറ്റ് ചെയ്യുന്നതിനെങ്കിൽ നമുക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ ആദ്യം ലോഗിൻ ചെയ്തിരിക്കണം. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാകും. എല്ലാവർക്കും ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഇമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നാം ഗൂഗിൾ മീറ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനായ meet.google സെർച്ച് ചെയ്യുമ്പോൾ നാം എത്തിച്ചേരുന്നത് ഗൂഗിൾ മീറ്റിൻ്റെ ഹോം സ്ക്രീനിലാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ കാണാം. ന്യൂ മീറ്റിംഗ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ എൻ്റർ എ കോഡ് ഓർ ലിങ്ക്. ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് നമുക്ക് മറ്റൊരാൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ നിന്നൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. അവർ നമുക്കൊരു ലിങ്ക് അയച്ചു തരുന്നിട്ടുണ്ട്. അങ്ങനെ ആ ലിങ്ക് വഴി നമുക്ക് ആ മീറ്റിങ്ങിലാണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ, അതായത് മറ്റൊരാളാണ് ഹോസ്റ്റ് ചെയ്തത്, മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, നമുക്ക് അവർ ലിങ്ക് അയച്ചു തരികയും ആ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്കപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒന്നുകിൽ കോഡ് അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ലാപ്ടോപ്പിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു മീറ്റിങ്ങിൻ്റെ കോഡ് എനിക്കിവിടെ ഉണ്ട്. ലിങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നാം ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക്, ഉദാഹരണത്തിന് ഞാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് ഗൂഗിൾ മീറ്റിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആകണമെന്ന് ചോദിക്കുന്നു. ഡോണ്ട് അലോ എന്ന് കൊടുക്കുന്നു. മൈക്രോഫോണും ഓഫായെന്ന് ചോദിച്ചു. അതായത് നാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയും മൈക്രോഫോണും ആദ്യമേ തന്നെ ഓൺ ആകണമെങ്കിൽ അലോ എന്ന് കൊടുക്കണം. വേണ്ട എങ്കിൽ നോട്ട് അലോ എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ നോട്ട് അലോ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവിടെ റെഡി ടു ജോയിൻ എന്നൊരിതിൽ വരും. അവിടെ ജോയിൻ നൗ എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ നാം മീറ്റിങ്ങിൽ ജോയിൻ ആയിട്ടുണ്ട്. ഇത് മറ്റൊരാൾ കണ്ടക്ട് ചെയ്ത മീറ്റിംഗ് ആണ്. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഡെമോ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരാൾ വേറെ ആരെയും കാണാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. ഇതൊരു റിയൽ മീറ്റിംഗ് ആയിരുന്നുവെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്തതിനോടൊപ്പം തന്നെ ധാരാളം ജോയിൻ ചെയ്തവരുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ ഈ ലിസ്റ്റിന് 1 by 1 ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രകാരമാണ് ഒരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നത്. നമുക്ക് മീറ്റിങ്ങിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഇവിടെ ഈ ഒരു കോൾ ബട്ടൺ കാണാം. അവിടുത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് ഈ സ്ക്രീനിലോട്ടാണ് വരുന്നത്. റിട്ടേൺ ടു ഹോം സ്ക്രീൻ കൊടുക്കുമ്പോൾ നാം മീറ്റിങ്ങിൽ നിന്ന് എക്സിറ്റ് ആകുകയും ചെയ്യും. ഇതാണ് ഒരു സിമ്പിൾ മെത്തേഡ് നമുക്കത്. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പേ കൊടുത്തത് ഒരു ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്തത്. സപ്പോസ് ഇവിടെ ഒരു കോഡാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമുക്ക് കിട്ടിയ കോഡെന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഇപ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ എനിക്ക് കോഡ് ലഭിച്ചത് https meet.google.com/ ഈ .com കഴിഞ്ഞ് സ്ലാഷും കഴിഞ്ഞ് വരുന്ന NVC-YBIC-YDF എന്നതാണ് ഇവിടുത്തെ കോഡ്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടുന്ന് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് ഗൂഗിൾ മീറ്റിൽ പ്രവേശിച്ചതെങ്കിൽ അല്ലെങ്കിൽ ഈ NVC എന്ന് തുടങ്ങുന്ന ആദ്യത്തെ 3 ക്യാരക്ടർ കഴിഞ്ഞിട്ട്
അതിനുശേഷം വരുന്ന ഈ ഇത്രയും സാധനം നമുക്ക് അവിടെ ഇതാണ് ഈ ഗൂഗിൾ മീറ്റിൻ്റെ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊരു ഒരു നോട്ട്ബുക്കിൽ എഴുതിയതിന് ശേഷം ഈ കോഡ് നമുക്ക് ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യാം. NVC ഹൈഫൻ നമുക്ക് വീണ്ടും YBIC ഹൈഫൻ YDF എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ജോയിൻ ചെയ്ത് ആണെങ്കിൽ നമുക്ക് വീണ്ടും നേരത്തെ പോലെ നമ്മുടെ നേരത്തെ അതേ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ കോഡ് ഉപയോഗിച്ചാണ് ജോയിൻ ചെയ്തത്. നമുക്കിപ്പോൾ ജോയിൻ നൗ എന്ന് കൊടുക്കുകയാണെങ്കിൽ മീറ്റിങ്ങിൽ ജോയിൻ ആയിട്ടുണ്ട്. ഇതൊരു റിയൽ മീറ്റിംഗ് ആയിരുന്നുവെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത പോലെ മറ്റാരെങ്കിലും ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളുടെ ടേൺ അനുസരിച്ച് നമുക്ക് മൈക്രോഫോൺ ഓൺ ആക്കണമെങ്കിൽ ഇവിടെ മൈക്രോഫോൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ആവശ്യാനുസരണം നമുക്ക് ക്യാമറ ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാം. ആവശ്യാനുസരണം ഓഫ് ചെയ്യാമെങ്കിൽ ഓഫ് ചെയ്യാം. ഇപ്രകാരം നമുക്ക് മറ്റൊരാൾ ഹോസ്റ്റ് ചെയ്ത മീറ്റിങ്ങിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്ത് പോകണമെങ്കിൽ നമുക്ക് ഈ കോൾ ബട്ടൺ, ഈ ലീവ് കോൾ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണുണ്ട്, അതിൽ പ്രസ് ചെയ്താൽ മതി. അത് വരുമ്പോൾ ഈ സ്ക്രീനിലായിരിക്കും കിട്ടുന്നത്. ഈ സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് റിട്ടേൺ ടു ഹോം സ്ക്രീൻ എന്ന് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മീറ്റിങ്ങിൽ പ്രവേശിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞതിന് ശേഷം മീറ്റിങ്ങിൽ പുറത്തു പോവുകയും ചെയ്തു. ഇതാണ് നമ്മൾ മറ്റൊരാൾ ഹോസ്റ്റ് ചെയ്ത മീറ്റിങ്ങിലേക്ക് നമുക്ക് കോഡ് വഴിയോ ലിങ്ക് വഴിയോ ജോയിൻ ചെയ്യേണ്ട രീതി. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ തൊട്ടുമുമ്പ് പരിചയപ്പെട്ടത് മറ്റൊരാൾ ഹോസ്റ്റ് ചെയ്ത മീറ്റിങ്ങിലേക്ക് എങ്ങനെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ കോഡ് വഴി ജോയിൻ ചെയ്യാമെന്നാണ്. ഇനി നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യാം. നമ്മളാണ് ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ നാം ക്ലിക്ക് ചെയ്യുന്നത് ന്യൂ മീറ്റിങ്ങിലാണ്. ന്യൂ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻ വരും. ക്രിയേറ്റ് എ മീറ്റിംഗ് ഫോർ ലേറ്റർ, സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ്. ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് ആണ്. ഇപ്പോഴാണ് തന്നെ ഇപ്പോൾ നമ്മളൊരു കുട്ടികൾക്ക് നേരത്തെ ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൃത്യം 4:30 ഒരു മീറ്റിംഗ് ഉള്ളതായിട്ട് നമ്മൾ നേരത്തെ വാട്സപ്പ് വഴി ഒരു സന്ദേശം മെസ്സേജ് ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ 4:30 ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ അതിൻ്റെ ലിങ്കൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ 4:15 ആകുമ്പോൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരിക്കലും മീറ്റിംഗ് ലിങ്കുകൾ അയച്ചു കൊടുക്കാറില്ല. മീറ്റിങ്ങിൻ്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ. നമ്മൾ ആ സമയമാകുമ്പോൾ ലിങ്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സമയമാകുമ്പോൾ നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് വിവരം നേരത്തെ അറിയിക്കുകയും അതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ലിങ്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്ന് കൊടുക്കുക. സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്യാമറ അലോ ചെയ്യണമെന്ന് ചോദിക്കും. ഞാൻ ഇപ്പോൾ നോട്ട് അലോ കൊടുക്കുന്നു. മൈക്രോഫോണാണ് അലോ ചോദിച്ചത്. ഞാൻ ക്യാമറ ഇപ്പോൾ ഓഫ് ചെയ്യണമെങ്കിൽ ഞാൻ ക്യാമറയും ഇപ്പോൾ ഓഫ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ജോയിൻ നൗ എന്ന് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ജോയിൻ ആകുന്നു. ജോയിനു ശേഷം ആദ്യം നമുക്ക് വരുന്നത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്ന മീറ്റിങ്ങിൻ്റെ ലിങ്കാണ് നമുക്കിപ്പോൾ കാണുന്നത്. അത് നമുക്ക് ഒന്ന് കോപ്പി എടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി ആകും. കോപ്പി എടുത്തതിന് ശേഷം നമുക്കിത് അയക്കേണ്ടത് വാട്സപ്പിലൂടെയാണ് മറ്റോ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലോ സ്കൂൾ ഗ്രൂപ്പിലോ ഒക്കെ അയക്കേണ്ടതെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമ്മുടെ മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇതേ രീതിയിൽ ലിങ്ക് ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള വാട്സപ്പ് ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വാട്സപ്പ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്ക് അയക്കേണ്ട ഗ്രൂപ്പ് ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ആ ലിങ്ക് ഇവിടെ വരുന്നതായി കാണിക്കും. ഞാനിപ്പോൾ സൗകര്യാർത്ഥം വാട്സപ്പും ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൽ ജോയിൻ ആയതിനു ശേഷം കാണിക്കുന്ന മീറ്റിംഗ് ലിങ്ക് ഞാൻ കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്തതിന് ശേഷം ഞാൻ നേരെ വാട്സപ്പിലോട്ട് പോകുന്നു. ഏത് ഗ്രൂപ്പിലാണോ വാട്സപ്പിൽ ഈ മെസ്സേജ് അയക്കേണ്ടത് അവിടെ വന്നതിന് ശേഷം ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് മറ്റു ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്കുണ്ട് എങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. എല്ലാവരും അല്ലെങ്കിൽ പ്ലീസ് ജോയിൻ ഓൾ at 4:30 PM
സമയം അതാണ് എങ്കിൽ 4:30 PM എന്ന് കൊടുത്തിട്ട് ഞാൻ മെസ്സേജ് കൊടുക്കുമ്പോൾ എൻ്റെ ഗ്രൂപ്പ് വഴി എല്ലാവർക്കും കിട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മീറ്റിങ്ങിൽ തന്നെ തുടരുക. ഈ ലിങ്ക് കിട്ടുന്ന കുട്ടികൾ അവരുടെ മൊബൈലിൽ നിന്ന് ആ ലിങ്ക് വഴി നമ്മുടെ മീറ്റിങ്ങിൽ ജോയിൻ ആകുന്നത് ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവർ ജോയിൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന മീറ്റിങ്ങിൽ മറ്റൊരാൾ ജോയിൻ ചെയ്യുമ്പോൾ അവർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് അവരെ ജോയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അലോ ചെയ്യുന്ന ഒരു മെസ്സേജ് കൂടെ നമ്മൾ സമ്മൺ വിഷ് ടു ജോയിനിങ് ദ മീറ്റിംഗ് എന്നൊരു മെസ്സേജ് വരും. നമ്മൾ അവിടെ അലോ എന്ന് കൊടുത്താലേ അവർക്ക് ജോയിൻ ആകാൻ സാധിക്കത്തുള്ളൂ. ഇപ്രകാരം നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന മീറ്റിങ്ങുകളിലും നമുക്ക് ആളുകളെ ജോയിൻ ചെയ്യാൻ സാധിക്കും. തുടർന്ന് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മീറ്റിങ്ങിൽ നിന്ന് പുറത്തു പോകാനും സാധിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഗൂഗിൾ മീറ്റിൻ്റെ ഈ ലാപ്ടോപ്പിൽ നിന്നുകൊണ്ട് നാം ഗൂഗിൾ മീറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസാണിത്. ഇവിടെ 2 ഓപ്ഷനുണ്ട്. എൻ്റർ എ കോഡ് ഇതെന്ന് പറയുന്നത് നമുക്ക് മറ്റാരെങ്കിലും ഹോസ്റ്റ് ചെയ്യുന്ന മീറ്റിങ്ങിൻ്റെ ലിങ്ക് നമുക്ക് കിട്ടിയാൽ ആ മീറ്റിങ്ങിലേക്ക് നമുക്ക് ഇവിടെ ഡയറക്റ്റ് കോഡ് കൊടുത്ത് നമുക്ക് കോഡ് ടൈപ്പ് ചെയ്യുകയും ജോയിൻ ക്ലിക്ക് ചെയ്ത് പ്രവേശിക്കുകയും ചെയ്യാം. നമ്മൾക്കൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് ആണെങ്കിൽ നമ്മൾക്ക് സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്ന് കൊടുത്ത് നമുക്ക് ചെയ്യാനും സാധിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഇപ്രകാരം നമുക്ക് എളുപ്പത്തിൽ ഒരു ലാപ്ടോപ്പിൽ നിന്നുകൊണ്ട് ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാൻ സാധിക്കും. ഇത് ഗൂഗിൾ മീറ്റിൻ്റെ ഒരു പ്രാഥമിക ലെസനാണ്. ഇതിൻ്റെ വിശദാംശങ്ങളും മറ്റു ഡീറ്റെയിൽസുകളും മറ്റൊരു ട്യൂട്ടോറിയലിൽ കൂടുതൽ പരിചയപ്പെടാം. ഇന്നത്തെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.